ഹായ് ഗായ്സ്, അപ്പോൾ പാർട്ട് 2 ഓഫ് ദ പള്ളിപ്പെരുന്നാളിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ബിരിയാണിയൊക്കെ കഴിച്ച് അടുത്ത് തന്നെ എക്സിബിഷൻ്റെ അടുത്ത് ലൈക്ക് പള്ളീൻ്റെ അടുത്ത് ഒരു മാഹി വാക്ക് വേ അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോ വിളിക്കാൻ നിന്നില്ല, ജസ്റ്റ് 10 മിനിറ്റ്സിൻ്റെ വാക്കേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ബിരിയാണി കഴിച്ചത് ദഹിക്കണമല്ലോ. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ കുറേ ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടപ്പോൾ വാങ്ങണമെന്ന് തോന്നി, പക്ഷേ വാങ്ങിയിട്ട് കാര്യമില്ല, സോ വാങ്ങാൻ നിന്നില്ല കേട്ടോ. അപ്പോൾ മാഹി വാക്ക് വേൻ്റെ അടുത്ത് എത്തി. ഇതാണ് മാഹി വാക്ക് വേ. വാക്ക് വേ എന്നാണ് പറഞ്ഞത്. അപ്പുറത്തെ സൈഡിൽ ബീച്ചും കാര്യങ്ങളാണ്. നട്ടുച്ച വെയിലത്ത് ഞങ്ങൾ ഗ്ലാസും തൊപ്പിയൊക്കെ ഇട്ട് നടന്ന് ക്ഷീണിച്ച്, സത്യം പറയാലോ ക്ഷീണിച്ചു, ടയർഡായി. കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ ഈ ഒരു കട കണ്ടപ്പോൾ മമ്മിക്ക് പാനിപ്പൂരി കഴിക്കാൻ ഭയങ്കര കൊതി. അപ്പോൾ നമ്മൾ വേറെ ഒന്നും വാങ്ങിയില്ല, പാനിപ്പൂരിയാണ് വാങ്ങിയത്. അങ്ങനെ പാനിപ്പൂരിയൊക്കെ വാങ്ങി ഞാൻ ചോദിച്ചിങ്ങനെ കൊള്ളാമോ എന്നൊക്കെ ചോദിച്ചപ്പം പൊന്നു പറഞ്ഞ അടിപൊളിയാണ് എന്നൊക്കെ പറഞ്ഞപ്പം ഞാനും ഒരെണ്ണം വാങ്ങി കഴിച്ചു കേട്ടോ. അതിൽ ആക്ച്വലി കുറച്ച് എരിവുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചില്ല. അപ്പം ഞാനത് കഴിച്ച് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എരിഞ്ഞിട്ട് എനിക്ക് എന്തോ എരിവ് കൂടുതലുള്ള പോലെ തോന്നിയതുകൊണ്ട് ഞാനത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ടപ്പുറത്തൊരു ഐസ്ക്രീം കട കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഐസ്ക്രീം കഴിക്കാം. അങ്ങനെ മാംഗോ ബാറും എൻ്റെ കോക്കനട്ട് ഫ്ലേവറൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് നൈസായിട്ട് ഒരു ഓട്ടോ ഒക്കെ പിടിച്ച് അടുത്ത പാർക്കിലേക്ക് പോവുകയാണ്. മുകുന്ദൻ പാർക്ക്. അത് കുറച്ചും കൂടെ എന്താ പറയുക കാമൻ ക്വൈറ്റാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ എത്തി നമ്മൾ ടിക്കറ്റ് ഉണ്ട് കേട്ടോ, പെയ്ഡാണ്, പേയ്മെൻറ്റ് കൊടുക്കണം. 50 റുപ്പീസ് പെർ ഹെഡ് എങ്ങാനുമാണ്. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ അടിപൊളി. മാഹി വാക്ക് വേ പോലെ ഒന്നല്ല, ഇത് കുറച്ചും കൂടെ നീറ്റാണ്. പ്ലസ് എനിക്കൊന്ന് പേയ്മെൻറ്റ് ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അധികം ആൾക്കാരും ഉണ്ടായിരുന്നില്ല. ഭയങ്കര കാമൻ ക്വൈറ്റായിരുന്നു, പ്ലസ് നീറ്റായിരുന്നു. ഏറ്റവും വലിയ കാര്യം നല്ല തണലുണ്ടായിരുന്നു. അപ്പോൾ അത്രയും വെയിൽ അപ്പുറത്ത് കൊണ്ട് വന്നതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം എന്താ പറയുക ഇരുന്ന് ചില്ലൊക്കെ ചെയ്തിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞങ്ങളും പൊന്നൂസും കുറേ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടാട്ടോ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അടിപൊളി സ്ഥലമായിരുന്നു. അതെ, മമ്മി കുറേ നടന്ന് ക്ഷീണിച്ച് അവിടെ ഉറങ്ങി പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഉറങ്ങല്ലേ, എഴുന്നേക്കെന്ന് പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അടിപൊളി കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ ഊഞ്ഞാൽ കണ്ടപ്പോൾ അതിലും ഒന്ന് ആടി. നമ്മളെ ഉള്ളിലെ കുട്ടീനെ നമ്മൾ ഇതാക്കാൻ പാടില്ലല്ലോ, അപ്പോൾ ഞാൻ സ്വയം സന്തോഷിച്ചു. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ് ഗൈസ്. നമ്മൾ ഓട്ടോ വിളിച്ചു, റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ബിക്കോസ് ട്രെയിൻ ഉണ്ടെന്ന് പറഞ്ഞു. ബസ്സിന് പോരാമെന്നായിരുന്നു വിചാരിച്ചു, പക്ഷേ ട്രെയിൻ ഉള്ളതുകൊണ്ട് ട്രെയിനുള്ള കാത്തിരിപ്പാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ട്രെയിൻ കിട്ടി, ട്രെയിനിൽ കയറി. ജനറലായിരുന്നു, തിരക്കുണ്ടായിരുന്നു, നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നിന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ ഒരു 1 അവർ ജേണി കഷ്ടിച്ചതാക്കി ക്ഷീണിച്ച് അങ്ങെത്തി. നമ്മൾ തിരിച്ചെത്തിട്ടോ. അടിപൊളിയായിരുന്നു. ഇനിയും ഇങ്ങനത്തെ ഓരോ ട്രിപ്സും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ വീഡിയോസായിട്ട് പിന്നെ കാണാം. ടാറ്റാ, ബൈ ബൈ.